നമ്മളിപ്പോൾ ഒരു വെറൈറ്റി സാധനം ചെയ്യാൻ പോവാ. ഇവിടെ ഒരു സംഭവം ഉണ്ട്, അതിനകത്തോടെ നടന്നു നോക്കട്ടെ. ക്യാമറ ഫുള്ള് വെള്ളമാവും, എന്നാലും കുഴപ്പമില്ല. വാ ബ്രോ, ഓടി പോവാ, പതുക്കെ പോണാ. അതൊക്കെ ഓക്കെ തന്നെ. ഒരു പഴയ ബോട്ടൊക്കെ എന്തോ മെയിൻ്റെനൻസ് ഒക്കെ നടക്കാൻ തോന്നുന്നു. ഇവിടെ ഫുള്ള് മെയിൻ്റെനൻസ് എന്തൊക്കെയോ നടക്കുന്നുണ്ട്, ഇവിടെ എന്തൊക്കെയോ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. ഇവിടെ ബോട്ട് അങ്ങനെ നിർത്തിയിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിന്ന് പോകുന്നത് ക്രീക്ക് ഹാർബർ. ഹാർബറിന്റെ കുറിച്ച് നല്ല നല്ല വീഡിയോസ് നമുക്ക് കാണാം. ഓക്കെ, ഞങ്ങൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ വന്നത് മെട്രോയിലൂടെ ക്രീക്കിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് കുറച്ചും കൂടെ നടന്ന ഇവിടെ നമുക്ക് ഇവിടുന്ന് ഒരു ബോട്ട് കിട്ടും. ബോട്ട് കയറിയിട്ട് നമുക്ക് അപ്പുറത്തെ സൈഡിൽ പോയിട്ട് അവിടുന്ന് മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. നമ്മൾ നോൾക്കാട് പഞ്ച് ചെയ്തു. ഇനി നമ്മൾ ബോട്ടിൽ കയറാൻ പോകാം. അതെ, ഇവിടെ ബോട്ടൊക്കെ വന്ന് കിടപ്പുണ്ട്. ഹാർബറിലേക്കുള്ള ബോട്ടൊക്കെ വന്ന് കിടപ്പുണ്ട്. ഇവിടെ ബോട്ടുകളൊക്കെ പോകുന്നുണ്ട് അക്കരയ്ക്ക്. അപ്പം നമ്മളിവിടുന്ന് അങ്ങോട്ട് അപ്പം നമ്മളിതാകെ ഇതിലാണ് കയറാൻ പോണത്. ബോട്ടിൽ കയറി നമ്മൾ ഈ ബോട്ടിനകത്തേക്ക് കയറുകയാണ്. ബ്രോ മുന്നേ പോകണ്ട്, എവിടെങ്കിലും പോയിരിക്കാം. വരുന്ന സീറ്റൊക്കെ ഉണ്ട്. ബ്രോ എവിടെ ഇരിക്കും? മുന്നോട്ട് പോകാം. സൈഡിൽ എവിടെയെങ്കിലും ഇരിക്കാം ബ്രോ. അതായിട്ട് ഏറ്റവും ബാങ്കിൽ പോയിരിക്കും. ഇവിടെ തന്നെ സീറ്റ് കിട്ടി. അടിപൊളി. ഇനി നമുക്ക് നല്ല അടിപൊളി വീഡിയോസ് എടുക്കാം. ഇവിടെ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ നേരത്തെ കാണിച്ച് ബോട്ടില്ലേ, അവിടെ എടുത്തോണ്ടിരിക്കേണ്ട ചാനലിൽ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നല്ല മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. Hey there, what you drinking? 2 shots, let's pour it out. I know what you're thinking, but tomorrow won't come for us. This life that we're living, ain't never gonna give it up. Double shot for the gifted, and one more for us. There you go, drink it up. All this love in a cup. Yeah, we go slow, we go fast. Yeah, we. അപ്പോൾ ഞങ്ങൾ ക്രീക്ക് ഹാർബറിൽ വന്നിരിക്കുകയാണ്. നമ്മളവിടുന്ന് മെട്രോയിൽ കയറിയിട്ട് മെട്രോയിൽ ക്രീക്ക് ഇറങ്ങി അവിടുന്ന് ബോട്ടുണ്ട്, ബോട്ട് സർവീസുകളുണ്ട്, ഫെറി സർവീസുകളുണ്ട്. ആ ഫെറി സർവീസ് അവിടുന്ന് 2 തരം. അവിടുന്ന് ഈ പ്രസൈഡിൽ വരാം. ഇവിടുത്തെ നല്ല അടിപൊളി കാഴ്ചകൾ. നമുക്ക് ഇടയ്ക്കൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല, അവിടെ ഫോട്ടോഗ്രാഫിയൊക്കെ അലൗഡല്ല. അതുകൊണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതാണ്. കുറേ സംഭവങ്ങൾ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ വന്ന ഈവനിങ് ടൈമാണ്. ഈവനിങ് ടൈമായിട്ട് നമുക്ക് നല്ല അവിടെ ഒരു സൺസെറ്റ് നമുക്ക് കിട്ടും. നല്ല രസമായിരിക്കാം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാൻ മുന്നിലുള്ള കാഴ്ചകൾ കാണാം. ഓക്കെ, ഇവിടുത്തെ ഒരു ഈവനിങ് വൈബ് സെറ്റാണ് അല്ലേ. നമ്മൾ ഈ ചൂട് സമയത്താണെങ്കിലും ആ ഒരു അടിപൊളി വ്യൂ കിട്ടും കേട്ടോ. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും ആ ഒരു വ്യൂ ഉണ്ടോ. ഇവിടെ നിറയെ ബോട്ടുകളൊക്കെ ഉണ്ട്. ഇവിടെ കുറച്ചുകൂടി നൈറ്റ് ആകുമ്പോൾ നല്ല വ്യൂ കിട്ടും. ഇവിടെ കുട്ടികളൊക്കെ ഉണ്ട് അവിടെ കളിക്കുന്നത്. നമുക്ക് കൂടുതലായിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല, പ്രൈവസി പ്രോബ്ലം ഉള്ളതുകൊണ്ട്. ക്രീക്ക് ഹാർബറിൻ്റെ നല്ല മനോഹരമായ ഇവിടെ കണ്ടോ. ഇവിടെയൊക്കെ ബിൽഡിങ്ങൊക്കെ ഇവിടെയൊക്കെ ഇരുന്ന് ഞാൻ ബാൽക്കണിലൊക്കെ ഇരുന്നുണ്ടല്ലോ. എന്നാ വ്യൂ ആയിരിക്കും അല്ലേ, എന്ത് രസമായിരിക്കും, സെറ്റപ്പായിരിക്കും. ബ്രോ ഞാൻ ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഇവിടെ കണ്ടോ, ഇവിടെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നിറയെ ഫ്ലമിങ് അവിടെ ഒരു വെച്ചിട്ടുണ്ട്. അത് കമ്പിയിലാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്, സ്റ്റീലിൽ അങ്ങനെ ചെയ്ത് വെച്ചിട്ട് അത് ആ ഒരു പുല്ലത്ത് നല്ല ഡെക്കറേറ്റ് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ കണ്ട അവിടെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി നല്ല അടിപൊളി സ്പോട്ടുകളുണ്ട്. അവിടെ ആൾക്കാരൊക്കെ ഫോട്ടോസ് എടുക്കുന്നു. ബ്രോ
വീഡിയോ എടുത്ത് ആൾക്കാർക്ക് വീഡിയോ എടുത്തിട്ട് തകർക്കുക, വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് അടിപൊളി എന്നാ സെറ്റ് അടിപൊളി വ്യൂ കേട്ടോ. ഇപ്പോൾ കുട്ടികളൊക്കെ അവരവരുടെ ഓരോ കലാപരിപാടികളൊക്കെ നടത്തുന്നുണ്ട്. ഇവിടെ മൊത്തം ഈന്തപ്പനയുടെ ആളുണ്ടല്ലോ, അതൊക്കെ വെച്ച് അതിനകത്ത് കേട്ടോ അതിവിടെ ഇങ്ങനെ ആ ഒരു ചുറ്റും പുല്ലൊക്കെ നിരത്തി ഇതിനകത്തൊക്കെ എന്തോ ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നൈറ്റ് ആയിരിക്കും ഇത്തിരി വ്യൂ നല്ല രസമല്ലേ ബ്രോ? നൈറ്റ് ആയിരിക്കും നല്ല രസം കാണാനായിട്ട്. അതുപോലെ അവിടെ ദൂരെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു സ്കൈ വ്യൂ കിട്ടും അല്ലേ ബ്രോ? ആ ഒരു വ്യൂ നമുക്ക് അങ്ങോട്ട് പോകാം. അവിടെ ഒരു അടിപൊളി വ്യൂ കിട്ടും സൺസെറ്റിൻ്റെ. ഓൾറെഡി സൺസെറ്റായി, ഇപ്പോൾ ടൈം ഇവിടുത്തെ 6:30 അപ്പോൾ അങ്ങനെ സൺസെറ്റിലേക്ക് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. സൂര്യൻ അങ്ങനെ താന്നങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് അങ്ങോട്ട് കറങ്ങിയിട്ട് തിരിച്ചങ്ങോട്ട് പോകാം. ബോട്ടൊക്കെ അങ്ങനെ കിടപ്പുണ്ട്. ഇവിടെ ഫ്ലെമിങ്ങോടെ ആ ഒരു സ്റ്റാച്ചു ഒക്കെ വെച്ചിട്ട് എല്ലാ കിടക്കാച്ചി വ്യൂ അല്ലേ നോക്കി, എന്ത് രസമാണല്ലേ. അടിപൊളി വ്യൂ പറയാനല്ല, നിങ്ങൾ തന്നെ ആസ്വദിച്ചു. ഞാൻ എന്ത് പറയാൻ, പ്രത്യേകിച്ച് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഒന്നും പറയല്ല. കിടൽ ആൾക്കാരൊക്കെ ഇങ്ങനെ നടന്നു പോവാം. ഇവിടെ ഐ ലവ് ദുബായ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ബോട്ട് പാട്ടൊക്കെ ഇട്ട് പോകണം, നല്ല പാട്ടൊക്കെ ഇട്ട് പോകണം. നൈറ്റാണ് നല്ലൊരു വ്യൂ കിട്ടുന്നത്, നൈറ്റ് വ്യൂ കിട്ടും. നമുക്ക് അവിടെ ബുർജ് ഖലീഫ ഉണ്ട്, ദൂരെ ബുർജ് ഖലീഫ ഉണ്ടാവും. ബുർജ് ഖലീഫ കാണാൻ പറ്റും, നല്ലൊരു വ്യൂ ഉണ്ട്. ഫോട്ടോ എടുത്താൽ അവിടെയൊക്കെ ലൈറ്റൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് വെച്ചിട്ടുണ്ട് അതിനകത്ത്. അതും കുറച്ച് നൈറ്റ് ആകുമ്പോഴേ നമുക്ക് അതിൻ്റെ ആ ഒരു ബ്യൂട്ടി നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ മെയിൻ നൈറ്റിൽ ആ ഒരു ബ്യൂട്ടി കിട്ടുന്നതാണല്ലോ, അതാണല്ലോ കണ്ടത്. കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയിലും അൽസീഫിൻ്റെ കാഴ്ചകളാണെന്നുണ്ടെങ്കിൽ അത് ആ ഒരു നൈറ്റിൽ കാണാൻ എന്ത് രസമാണ്. ദുബായ് നൈറ്റ് വേറെ ലെവലാണ്, ഒന്നും പറയാനില്ല. നമ്മളപ്പോൾ കുറച്ച് നേരം ഈ സൈഡിൽ നിന്ന് കുറേ ഫോട്ടോസ് എടുത്ത് നമ്മുടെ പഴയ ചെറുക്കൻ ഇപ്പോഴും കയ്യിൽ തന്നെ ഉണ്ട്. ഇവൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഇവനെ യൂസ് ചെയ്യാതിരിക്കുക കുറേ നാളായിട്ട് യൂസ് ചെയ്യാതിരിക്കുക. എങ്കിൽ ശരി ഇന്ന് പൊക്കി എടുത്തോണ്ടെന്ന് വിചാരിച്ച് അങ്ങനെ എടുത്തോണ്ടെന്ന് ഇവനെടുത്ത് കുറച്ച് നല്ല അടിപൊളി ഫോട്ടോസ് കിട്ടും. അപ്പോൾ നമുക്ക് ആ സൈഡിലോട്ടോ ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് നടക്കാനുണ്ട്. അത് ഏത് സൈഡിൽ ചെന്ന് നിന്നാലും കിട്ടുന്നൊരു വ്യൂ ഉണ്ടല്ലോ, ആ കിടുക്കാച്ചി വ്യൂ ഒന്നും പറയാനില്ല. ആ സൈഡിൽ ബുർജ് ഖലീഫ, താഴെ മൊത്തം വെള്ളം. അപ്പോൾ നമുക്ക് അങ്ങോട്ടോ അവിടുത്തെ കുറച്ച് വീഡിയോസ് എടുക്കാം. ഓക്കെ. Can't get enough, we stay all day, all night, living in paradise. Remember, you don't get it twice, the time of your life. This is the time of your life. നമ്മൾ പിന്നെ ഫോട്ടോസ് ഒന്നും എടുക്കില്ല. അവിടെ നിറയെ ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ട്. റോയ്ക്കും അത്രയ്ക്ക് ഇൻട്രസ്റ്റ് ഇല്ല, സെൽഫി എടുക്കുന്ന ഇൻട്രസ്റ്റ് ഇല്ല. അല്ല, എനിക്കും അത്രയ്ക്ക് ഇൻട്രസ്റ്റ് ഇല്ല. നമുക്ക് ഒറ്റയ്ക്ക് ഇന്ന് സെൽഫി എടുക്കാം, അതൊരു സുഖമല്ല. നമുക്ക് ആ ഒരു പ്രകൃതി ഭംഗി ആസ്വദിക്കാം, നേച്ചർ എൻജോയ് ചെയ്യല്ലേ ബ്രോ, അതാണ് അതിൻ്റെ ഒരു സുഖം. നമുക്കത് മതി. പിന്നെ നമുക്ക് അത്യാവശ്യം ഫോട്ടോസ് എടുക്കാൻ, നേച്ചറിൽ ഫോട്ടോസ് എടുക്കാനൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ ആരെങ്കിലും ഫോട്ടോസ് എടുത്ത് തരുമെന്ന് ചോദിച്ചാൽ നമ്മൾ ഫോട്ടോസ് എടുക്കൂല്ലേ. അത് നമ്മൾ ദുബായ് റണ്ണൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് നിറയെ ആൾക്കാർ ചോദിക്കും ഫോട്ടോസ് എടുക്കാൻ, ഒരു ഫോട്ടോസ് എടുത്ത് തരുമോ, ഒരു ഫോട്ടോ എടുത്ത് തരുമോയെന്ന്. അപ്പോൾ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുക്കും. അപ്പോൾ നമുക്ക് ജാടയൊന്നുമില്ല അല്ലേ ബ്രോ? അവിടെ വരെ ഉള്ളൂ. അവിടെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ നിന്ന് തിരിച്ചങ്ങോട്ട് പോകല്ലേ. അപ്പോൾ തിരിച്ച് ഇവിടുന്ന് അങ്ങോട്ട് പോകും. അല്ല, ബുർജ് ഖലീഫയുടെ അടിപൊളി വ്യൂ. ആ സൺസെറ്റ് എന്താ രസം, നോക്കി എന്താ രസമല്ലേ, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ കഴിഞ്ഞാൽ ഇതിനകത്തൊക്കെ കുറേ ലൈറ്റുകളൊക്കെ ഉണ്ട്, ഒക്കെ നല്ല സെറ്റപ്പായിട്ട് കത്തിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ബ്യൂട്ടി വേറെ ആയിരിക്കും. ഓരോ കുട്ടികളൊക്കെ അല്ല സ്കേറ്റിങ് മറ്റേ ആ ഒരു ഇതിനകത്തൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. ചെറിയ ചെറിയ ബോട്ടുകൾ ഉൾപ്പെടെ നിറയെ പോകുന്നുണ്ട് കേട്ടോ, അടിപൊളി. പിന്നെ ഇവിടെ വെഡ്ഡിങ് ഫോട്ടോഷൂട്ടും ഒക്കെ ഉണ്ടല്ലേ. വെഡ്ഡിങ് ഫോട്ടോഷൂട്ട്, ഇവിടെ ഫോട്ടോഷൂട്ട് ഏതൊക്കെ ടൈപ്പാന്ന് പോലും അറിയില്ല. നല്ല രസമുണ്ട് ഇവിടെ ആ ഒരു ഈവനിങ്. അടിപൊളി വൈബ് അല്ലേ, അടിപൊളി വൈബ്, സൂപ്പർ സെറ്റാണ്. അപ്പോൾ കുറച്ചുകൂടി നൈറ്റായിട്ടുള്ള വീഡിയോസ് എനിക്ക് കാണിച്ചു തരാം. ഞാൻ അപ്പോഴത്തേക്കും കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കട്ടെ. കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി കുട്ടികൾക്ക് അതുപോലെ ലൈറ്റൊക്കെ ഉണ്ട്. രാത്രി നൈറ്റ് ആകുമ്പോഴത്തേക്കും ലൈറ്റ് ഉണ്ട്. അവിടെ ഓൾറെഡി ലൈറ്റൊക്കെ ഓണാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ ടൈമിൽ നമുക്കത് കിട്ടട്ടെ, കുറച്ചുകൂടി നൈറ്റ് ആവണം. കുട്ടികളൊക്കെ അതിനകത്ത് വേണം തുള്ളി കളിക്കുക. അവർക്ക് എന്താ രസമല്ലേ, നമുക്ക് ചാടാൻ തോന്നുന്നു അതിനകത്ത്. പിന്നെ നമുക്ക് തന്നെ അതിനകത്ത് ചാടാൻ തോന്നുന്നുണ്ട്, അത്ര രസമായിട്ടുണ്ട്.
ഈ സൈഡിലൊക്കെ നിറയെ റെസ്റ്റോറൻറ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഈ എന്നാ ബിൽഡിങ്. ഇത് ഇവിടുന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫ്ലവർ ചേർത്തൊരു ബോള്. വാ, നിറയെ ഫ്ലവർ ഒക്കെ സ്റ്റീലിൽ ചെയ്തിരിക്കുന്നത് അല്ലേ? ഫുള്ള് സ്റ്റീലിൽ ചെയ്തിരിക്കുക. എന്ത് നല്ല ബ്യൂട്ടിയാണ്. ശരിക്കും നോക്കി നിറയെ ആൾക്കാരവിടെ ഫോട്ടോ എടുക്കുന്നുണ്ട്. പല ടൈപ്പ് ഫ്ലവറുകൾ ചേർന്നിട്ട് ഒരു ബോൾ. എന്താ രസം, അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങോട്ട് പോകാം? ഇവിടെ ഒരു ബ്രിഡ്ജുണ്ട്. ആ ബ്രിഡ്ജിന് മുകളിൽ കയറിയുന്ന ഈ ഹാർബറിൻ്റെ ഒരു നല്ലൊരു വ്യൂ കിട്ടും. ഇപ്പം ഓൾമോസ്റ്റ് അവരെല്ലാം ലൈറ്റ് ഓണാക്കി. നമുക്ക് ബ്രിഡ്ജിൻ്റെ മുകളിലോട്ട് കയറാം. അവിടുന്ന് കിട്ടുന്നൊരു വ്യൂ നമുക്ക് നോക്കാം. എന്ത് രസമായിട്ടാണ് ഓരോന്ന് ചെയ്തു വെച്ചിരിക്കുന്നത്. നമുക്ക് വന്ന് കാണുമ്പോൾ ആ ഒരു ഫീല് കിട്ടും. എന്തല്ലേ, ഇതിൻ്റെ മുകളിൽ കയറി നല്ല കിടക്കാച്ചൊരു വ്യൂ അത് കാണാം. അതിൻ്റെ മുകളിൽ കയറി വന്നപ്പോഴത്തേക്കും ശ്വാസം മുട്ടി. എങ്ങനെയാ മര്യാദയ്ക്ക് നടക്കാൻ പോകണം, അല്ല എന്തെങ്കിലുമൊക്കെ പണിയെടുക്കണം. വെറുതെ കമ്പ്യൂട്ടർ മുമ്പേ കുത്തിയിരുന്നാൽ ഇങ്ങനെയൊക്കെ പറ്റില്ലേ ബ്രോ? ക്ഷീണിക്കും, കുറച്ച് ക്ഷീണിക്കും കമ്പ്യൂട്ടർ മുമ്പേ കുത്തി ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ. ഇപ്പോൾ വീഡിയോ എടുക്കുന്നുണ്ടല്ലേ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത്, അല്ലെ നടക്കുമോ? റൂമിൽ തന്നെ ഇരിക്കും. ഇവിടെ നോക്കിയേ, നല്ല അടിപൊളി ലൈറ്റൊക്കെ നല്ല സെറ്റപ്പാക്കി. എന്താ രസമല്ലേ? ഈ സൈഡ് നോക്കി ഹാർബർ കാണാൻ പറ്റും. ഇനി ആ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ബുർജ് ഖലീഫ. ആ സൈഡിൽ അവിടെയൊക്കെ ലൈറ്റുകൾ ഇങ്ങനെ ആയി വരുന്നുണ്ട്. ചെറിയ ചെറിയ ബോട്ടുകളൊക്കെ അങ്ങനെ ഒഴുകി നടക്കുന്നുണ്ട്. ഇവിടെ ആൾക്കാരൊക്കെ നിറയെ ഫോട്ടോ എടുക്കുന്നുണ്ട്. Remember, you don't get it twice. The time of your life. ഈ ബോട്ടിൽ തിരിച്ച് അവിടെ പോയിട്ട് തിരിച്ച് മെട്രോ പോകാം. നമ്മൾ അതേ കണക്ക് തന്നെ സെയിം തിരിച്ച് ഇങ്ങോട്ട് വന്നത്. ഇനി ഞങ്ങൾ ബ്രിഡ്ജിൻ്റെ താഴോട്ട് ഇറങ്ങാം. Don't look at the past, no, we're not going that way. Oh, now make it last to the break of day. എല്ലാ ബിൽഡിങ്ങിലും ലൈറ്റൊക്കെ ഇട്ട് നല്ല സൂപ്പർ ആക്കിയിട്ടുണ്ട്. ഹാർബർ നല്ല സെറ്റാണ്. ഇത് അവിടെയൊക്കെ ലൈറ്റ് നല്ല സെറ്റപ്പാക്കി ലൈറ്റൊക്കെ ഇട്ട് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. No matter what people say, live life in a fast lane. Double shot for the gifted, triple shot for the pain. There you go, drink it up, all this love in a cup. Yeah, we go slow, we go fast. Yeah, we can't get enough. We stay all day, all night, living in paradise. Remember, you don't get it twice. The time of ഒരു ഈവനിങ് വാക്കിന് പറ്റിയ സ്ഥലം. നമുക്ക് ഇങ്ങനെ വീഡിയോ എടുക്കണം, ഇതൊക്കെ ഒരു മെമ്മറി ആയിട്ട് അങ്ങനെ സൂക്ഷിക്കണം. അതൊക്കെ ഒരു ഫീൽ. ഇവിടെ കുട്ടികളൊക്കെ ഇവിടെ കുറേ സാധനമൊക്കെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തൊക്കെ കുട്ടികളെ കളിക്കുന്നുണ്ട്. ഇവിടെ ആ ഒരു ഹാർബറിൻ്റെ ആ ഒരു നല്ല കിടിലൻ വ്യൂ കാണാൻ പറ്റും. നമുക്ക് അവിടെ ഒരു ബ്രിഡ്ജ് കാണുന്നുണ്ടോ? ആ ബ്രിഡ്ജിൻ്റെ മുകളിലോട്ട് പോകാം. ഇനി നമുക്ക് ഈ ബ്രിഡ്ജിൻ്റെ മുകളിലോട്ട് അങ്ങനെ കയറാം. എന്നിട്ട് അവിടുന്ന് ആ ഒരു കാഴ്ചകൾ നമുക്ക് ഷൂട്ട് ചെയ്യാം. ഓക്കെ. ക്ഷീണിച്ച നടന്നിട്ട് നല്ല ക്ഷീണിച്ചു. ഒരു സ്റ്റാച്ചു അങ്ങനെ വെച്ചിട്ട് ലൈറ്റ് എണ്ണ അടിപൊളി ക്രിക്കാച്ച് സാധനം. ഒരു കോർണറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ കുടിയുന്ന പേപ്പർ പിടിച്ചിങ്ങനെ ഓവർഫ്ലോ ആയിട്ട് ഇങ്ങനെ അത് നല്ലൊരു ഒരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. കാണാനാണെങ്കിൽ ദുബായിലും നിറയുണ്ട്. പക്ഷെ അതൊക്കെ അവർ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്ത് ടൂറിസ്റ്റുകൾ അത്രയ്ക്ക് ആകർഷിക്കുന്ന രീതിയിൽ ബ്യൂട്ടിഫുൾ ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ആ ഒരു കാഴ്ചകളല്ലേ, അതൊക്കെ നാച്ചുറലായിട്ട് നമുക്ക് പ്രകൃതി തന്നൊരു വരമാണ്. പക്ഷേ ഇവിടെ വേറെ ലെവലിൽ അവർ അടിപൊളിയായിട്ട് സാധനം ചെയ്ത് വെച്ചിട്ട് അത്രയും ആൾക്കാരെ ആകർഷിക്കുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് അവിടുന്ന് അങ്ങോട്ട് പോവാം. ഇവിടെ ബിൽഡിങ്ങുകളൊക്കെ നോക്കിയേ എന്തല്ല. ഓ കിടുക്കൻ. അങ്ങനെ ഞങ്ങൾ ആ ബീച്ചിലേക്ക് കടന്നു. ഇങ്ങനെ നടന്നു പോവുകയാണ്. താഴെ നല്ല മനോഹരമായ കാഴ്ചകൾ. ആൾക്കാരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്. അത്
ഒരു കനാലിലേക്ക് ഇറങ്ങിക്കുന്ന രീതിയിൽ ആ ഒരു ഡിസൈൻ ചെയ്ത് വെച്ചിട്ട് എല്ലാ രസം അത് ഇവിടെ നോക്കി നമുക്കിവിടുന്ന് അങ്ങനെ പോയിട്ട് കുറച്ച് വീഡിയോസ് നമുക്ക് എടുക്കാം. ഓക്കെ, എന്നാ ബ്യൂട്ടി അല്ലേ, കിടക്കൻ സ്ഥലം. ഞാൻ ഫസ്റ്റ് ടൈം അവിടെ വരുന്നത്. നമുക്ക് ഈ 6 ദിവസം അവധി കിട്ടിയുണ്ടല്ലേ ബ്രോ നമുക്ക് വരാൻ പറ്റിയത്? അല്ല നമ്മളിങ്ങോട്ട് വരത്തേയില്ല. ബ്രോ എത്ര വർഷമായി? 5 വർഷമല്ലേ ഇവിടെ വന്നിട്ട്? 5 വർഷമായിട്ട് ബ്രോ ഇവിടെ വന്നിട്ടുണ്ടോ? വന്നിട്ടില്ലല്ലോ. 5 വർഷമായി ബ്രോ വന്നിട്ട്. ഞാൻ വന്നിട്ട് 3 വർഷമായി. ഇങ്ങോട്ട് വന്നിട്ടില്ല. അപ്പം പിന്നെ അവധി കിട്ടിയപ്പോൾ ഫാരിസ് പറഞ്ഞു പൊക്കോ, കിടക്ക സ്ഥലമാണ്, അതിൻ്റെ മുകളിൽ കയറി ഷൂട്ട് ചെയ്തോ, വീഡിയോ എടുത്തോ, അങ്ങനെയല്ലേ പറയുന്നത്? വീഡിയോ എടുത്തോ അങ്ങനെ പറയുന്നത്. നമ്മൾ അത്രയ്ക്ക് അങ്ങോട്ട് വലിയൊരു വ്ളോഗിങ്ങിലോട്ടൊന്നും പോയിട്ടില്ല. ഇപ്പോഴാണ് ഓക്കെ ക്യാമറയൊക്കെ എടുത്തു. ഇതിന് മുമ്പും ക്യാമറ ഉണ്ടോ? ഈ ക്യാമറ ഉണ്ട്, പക്ഷെ നമ്മൾ അത്രയ്ക്ക് അങ്ങോട്ട് വീഡിയോ എടുത്തിട്ടില്ല. ഇപ്പോഴാണെങ്കിൽ ഇത്തിരി ആക്റ്റീവായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചത്. കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഉണ്ടോയെന്ന് താല്പര്യമുണ്ട്. എത്ര മാസം നടക്കുന്നതല്ലേ, ഇപ്പോൾ അവധി ഉള്ളതുകൊണ്ട് നമ്മൾ എടുക്കുന്നത്. ബ്രോ ഇവിടെ ഭയങ്കര ഷൂട്ടിലാണ് ബ്രോ ഇവിടെ. ഐഫോൺ വെച്ച് തകർക്കുക. ഇവിടെ ഐഫോൺ കേട്ടോ, ഓറഞ്ച് ഐഫോൺ. ആ ബിൽഡിങ്ങൊക്കെ നല്ല കളർഫുള്ളാക്കി. ഇനി അവിടെ ചന്ദ്രൻ നിൽക്കുന്ന കാണാൻ പറ്റുള്ള ചന്ദ്രൻ അവിടെ അതുണ്ട്. ഇനി മുകളിലോട്ട് പോയ നിറയെ ഫ്ലൈറ്റുകൾ മുകളിൽ അങ്ങനെ പോകുന്നുണ്ട്. താഴെ നിറയെ ബോട്ടുകൾ അങ്ങനെ ഓടിക്കളിക്കുന്നുണ്ട്. ദൂരെ നോക്കിയ ബുർജ് ഖലീഫ അങ്ങനെ ലൈറ്റൊക്കെ കത്തി അങ്ങനെ നിൽപ്പുണ്ട്. ഇനി ഇവിടെ നോക്കിയ ബ്രോ എന്തോ ആലോചിച്ചുകൊണ്ടിരിപ്പുണ്ട്. ഇനി ഇവിടെ നോക്കിയ നിറയെ ആൾക്കാർ അങ്ങനെ പോകുന്നുണ്ട്. ഇവിടെ ഒരു ബ്രിഡ്ജ്, ആ ബ്രിഡ്ജിൻ്റെ എന്നാ വ്യൂ. ആ ബ്രിഡ്ജ് നിൽക്കുന്നത് എവിടെ? താഴെ വെള്ളമാണ് കേട്ടോ, താഴെ ഫുള്ള് വെള്ളമാണ്. ആ വെള്ളത്തിൽ നിന്ന് കണ്ടോ അതിൻ്റെ സ്ട്രക്ചർ അങ്ങനെ ചെയ്തിട്ട് അങ്ങോട്ട് പോയി എൻഡിൽ അങ്ങനെ പോയി നിൽക്കും. സംഭവം അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. അത്തിരി ആ ഒരു തണുപ്പ് സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത്തിരി കൂടെ നമുക്ക് നിൽക്കാനൊക്കെ ആ ഒരു ഇത് കിട്ടും. ഇപ്പോൾ ചൂടാണ് എന്നാൽ പോലും അത്രയ്ക്ക് അങ്ങോട്ട് ആയിട്ടില്ല. ഹ്യൂമിഡിറ്റി ഇനി കുറച്ച് ടൈം കൂടെ കഴിയുമ്പോഴാണ് ആ ഹ്യൂമിഡിറ്റിയുടെ ഇത് കൂടുന്നത്. ഇപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ടില്ല. ഇപ്പോൾ ഒരു നോർമൽ ചൂട്, ഒരു ചെറിയ തണുത്ത കാറ്റ് രാത്രി ആകുമ്പോൾ ഉണ്ട്. അതുകൊണ്ട് വലിയ പ്രോബ്ലം അല്ല. This is the time of your life. Remember, you don't get it twice. The time of your life. Remember, you don't get it twice. The time of your life. നമ്മളിപ്പോൾ ഒരു വെറൈറ്റി സാധനം ചെയ്യാൻ പോവാ. ഇവിടെ ഒരു സംഭവം ഉണ്ട്, അതിനകത്തോടെ നടന്നു നോക്കട്ടെ. ക്യാമറ ഫുള്ള് വെള്ളമാവും, എന്നാലും കുഴപ്പമില്ല. വാ ബ്രോ, ഓടി പോവാ, പതുക്കെ പോണ. ഓക്കെ തന്നെ. അപ്പോൾ ഇത്രയും മതി. ഇനിയിപ്പം നൈറ്റായി, ഞങ്ങൾ തിരിച്ചു പോകാൻ പോവാം. അപ്പം ഞങ്ങളുടെ ഈ ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്നിട്ട് നമ്മളങ്ങനെ നമ്മളങ്ങനെ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ഇനിയിപ്പോൾ അങ്ങോട്ട് എടുക്കുന്നില്ല. അത്രയും മതി എന്ന് വിചാരിക്കുന്നു. ഒരു ചെറിയ വീഡിയോ ആണോ വലിയ വീഡിയോ ആണോ എന്നറിയില്ല. ഇത് എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അറിയാം ഇത് ചെറുതാണോ വലുതാണോ എന്ന്. കാണാൻ പറ്റുന്നവർ കാണുക. ഓക്കെ, അങ്ങനെ പോട്ടെ അല്ലേ. അപ്പം നമ്മുടെ ക്രീക്ക് ഹാർബറിൽ നിന്ന് ഞാനും ബ്രോയും വീഡിയോ നിർത്തുന്നു. ഓക്കെ, ബൈ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ വണക്കം. അപ്പോൾ നമ്മുടെ എല്ലാ ഫോളോവേഴ്സിനും, എൻ്റെ വീഡിയോ കാണുന്ന എത്ര പേര് ഫുള്ള് കാണുന്ന എനിക്കറിയത്തില്ല, ഹാഫ് കാണുന്ന എത്രയാണെന്നറിയില്ല, സ്കിപ്പ് ചെയ്ത് പോകണമെന്ന് എത്രയാണെന്നറിയില്ല. കാരണം ചാനൽ ഒത്തിരി നാളായി ചാത്ത് കിടക്കുക. എന്തായാലും നമ്മൾ വീഡിയോ ഇടുന്നു, നമ്മളൊരു സന്തോഷം, കാണുന്നവർക്ക് സന്തോഷമുണ്ടെങ്കിൽ അത്രയും ഒരു വാരം. എന്താ പറയാൻ എനിക്കറിയത്തില്ല. പക്ഷെ മുന്നോട്ട് നല്ല നല്ല വീഡിയോസ് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ശരി, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഞാനും ബ്രോയും ചേർന്ന് ബ്രോ ടാറ്റ ബൈ ബൈ. ഓക്കെ, സീ യു.